നമസ്കാരം. 2025 KAS വന്ന ഒരു കലണ്ടറിലെ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാനായി പോകുന്നത്. 82ാമത്തെ ക്വസ്റ്റ്യൻ. Given that 15 March 2025 is a Saturday, which date of March 2050 among the following is a Sunday? നമ്മൾ എപ്പോഴും ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് തിരിച്ച് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? അതായത് മാർച്ച് 15 2025 എന്ന് പറയുന്നത് സാറ്റർഡേ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയില്ല അത് ഒരു 2050 മാർച്ചിലെ എക്സ് ഡേറ്റ്. ഓക്കെ, എക്സ് മാർച്ച് 2050 സൺഡേ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന ഡേറ്റ് മാർച്ചിലെ ഏത് ദിവസമാണ് സൺഡേ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് 2050 മാർച്ച് 15 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അതായത് മാർച്ച് 15 2025 നമുക്കറിയാം. അതിൽ നിന്നും മാർച്ച് 15 2050 നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം അല്ലേ? ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ ആദ്യം ഈ ഒരു തന്നിരിക്കുന്ന വർഷങ്ങളുടെ ഡിഫറൻസ് എടുക്കണം. 2050 മൈനസ് 2025 പ്ലസ് ഈ വർഷങ്ങൾക്കിടയിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ നോക്കിക്കേ, എത്ര ലീപ്പ് ഇയർ വരും? 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ലീപ്പ് ഇയർ ആയിട്ട് വരുന്ന വർഷങ്ങൾ നമുക്കറിയാം. അപ്പോൾ 2025 കഴിഞ്ഞാൽ അടുത്ത 4ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ്? 28 ആണ് അല്ലേ? അപ്പം 28 വരും, 32 വരും, 36, 40, 44, 48. അപ്പോൾ 1, 2, 3, 4, 5, 6 എണ്ണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്തിട്ട് എഴുതാം. 25 പ്ലസ് 6 നമുക്ക് 31 എന്ന് കിട്ടും. അപ്പോൾ ഈ 31 ഓഡ് ഡേയ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 31 ഡിവൈഡ് ബൈ 7 ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം 4, 7 എത്ര? 28 ആണ്. അപ്പോൾ അവിടെ ആകെ എത്ര ഓഡ് ഡേ ഉണ്ട്? 3 ഓഡ് ഡേ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് സമ്മറൈസ് ചെയ്യാം? അതായത് 15 മാർച്ച് 15 2050 എന്ന് പറയുന്നത് സാറ്റർഡേ പ്ലസ് 3 ആയിരിക്കും. കാരണം മാർച്ച് 15 2025 നമുക്ക് സാറ്റർഡേ എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഓഡ് ഡേ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് സാറ്റർഡേ പ്ലസ് 3 ആയിരിക്കും. ഓക്കെ, സാറ്റർഡേ പ്ലസ് 3 എന്ന് പറയുമ്പോൾ ഏത് ദിവസമായിരിക്കും? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ആയിരിക്കും. ഓക്കെ, ട്യൂസ്ഡേ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് മാർച്ച് 15 കിട്ടി. അപ്പോൾ നമുക്ക് ഇനി നോക്കാം. മാർച്ച് 15 നമ്മൾ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. 20, 21, 22, 23. അപ്പോൾ നമുക്ക് 15 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ബാക്കി എഴുതി നോക്കിയാലോ. അതായത് മാർച്ച് 16, മാർച്ച് 17, മാർച്ച് 18, മാർച്ച് 19, മാർച്ച് 20 വരെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ മാർച്ച് 20 ഉണ്ട്. അപ്പോൾ ഇത് ട്യൂസ്ഡേ ആണ്, ഇത് വെനസ്ഡേ, ഇത് തേഴ്സ്ഡേ, ഇത് ഫ്രൈഡേ, ഇത് സാറ്റർഡേ. കണ്ടോ, മാർച്ച് സൺഡേ, മാർച്ച് 20th ആണ് നമുക്ക് സൺഡേ എന്ന ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്.